ഹലോ എവറി വൺ. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യണു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന ഇല ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഇപ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. അത് അരച്ച് മാറ്റി വയ്ക്കുകയാണ്. അരി 2 ഗ്ലാസ് അരി ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കുതിരാനായിട്ടും വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി കഴുകിയിട്ട്. ഇപ്പോൾ ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ചൂടായ ശേഷം നമ്മുടെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ അരി ഞാൻ വെള്ളം പോകാനായിട്ട് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അരി ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വെള്ളമയമൊക്കെ പോകുന്നത് വരെ ഇപ്പോൾ അരി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ വെള്ളമയമൊക്കെ പോകട്ടെ. അപ്പോൾ ഈ 2 ഗ്ലാസ് ജീരകശാല റൈസിന് ഞാൻ 4 ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുമുണ്ട്. ഇവിടെ ഇങ്ങനെ വറുത്തുകൊണ്ടും ഇരിക്കുന്നു, വെള്ളം തിളപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരി നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, 4 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് നമുക്കിനി പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര്, ആ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങ ജ്യൂസും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ചങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി മസാല തയ്യാറാക്കാനായിട്ട് നെയ്യ് ചൂടാക്കി അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ടിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് വഴറ്റി കൊടുക്കുകയാണ്. സവാള ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ പോകണം. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു മണവുമാണ് ബിരിയാണിയുടെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണം. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 3 തക്കാളി, ഒരു വലിപ്പം, ഒരു മീഡിയം വലിപ്പമുള്ള 3 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ തക്കാളിക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇവിടെ നമ്മുടെ അരി വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അരി പിന്നെ വേഗം വേകുമല്ലോ, പിന്നെ നമ്മൾ കുതിരാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റും പൊട്ടാറ്റോ പീസുമാണ്. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോയും ക്യാരറ്റും ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പീസ് ഞാൻ പിന്നെയാണ് ആഡ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ഫ്രഷ് പീസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഈ ക്യാരറ്റും പൊട്ടാറ്റോ ഒന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളം, ആ മിക്സി പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ കലക്കിയെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് അങ്ങോട്ട് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ക്യാരറ്റും പൊട്ടാറ്റോ അല്ലേ, വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടച്ചത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റോയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഫ്രഷ് പീസാണ്. അപ്പോൾ ഇത് കാര്യമായിട്ട് അതിന് വേവ് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പീസും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മുടെ പീസ് ഈ മസാലയിലിരുന്നൊന്ന് അതും ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല, വെജിറ്റബിൾ ബിരിയാണിയുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ചോറൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് മസാല ഇങ്ങനെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ 2 ഗ്ലാസ് അരിക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ ഞാൻ അങ്ങോട്ട് ദമ്മിടാനായിട്ടാണ്. എന്നിട്ടിപ്പോൾ ചോറ് മസാലയുടെ മുകളിലേക്ക് അങ്ങോട്ട് പരത്തി കൊടുക്കുകയാണ്. ബ്രെഡ് ഞാൻ ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കി നെയ്യിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ബ്രെഡും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പോഴാണ് ഇനി ദമ്മിൽ വെക്കാനായിട്ട് പോകുന്നത്. ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ ദമ്മിൽ വെച്ചു. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ്. നമ്മുടെ റൈത്തയും റെഡിയാണ്. അപ്പോൾ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതാണ്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.